الله وبركاته. بسم الله والحمد لله والصلاة والسلام على سيدنا محمد رسول الله وعلى آله وأصحابه الفائزين برضا الله ما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. صدق الله مولانا العلي العظيم. ഏറ്റവും ആദരവും ബഹുമാനവുമുള്ള സാദാത്യങ്ങളെ, ഉമറാക്കളെ, പണ്ഡിതന്മാരെ, മുതാലിം സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ ഒരു മഹത്തായ സംഗമത്തിന്, ഈ ഒരു മഹത്തായ സ്ഥാപനത്തിന് വേണ്ടി സഹായ സഹകരണാസ്ത്രങ്ങൾ ചെയ്ത ബഹുമാനപ്പെട്ട ഉമറാക്കൾക്കും അതേപ്രകാരം തന്നെ ഇവരെ സഹായിച്ച സഹകരിച്ച എല്ലാവർക്കും അതിൻ്റെ തക്കതായ പ്രതിഫലം അള്ളാഹു നൽകുമാറാവട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. സ്നേഹമുള്ള സഹോദരന്മാർ, ഇൽമ് എന്നത് അതൊരു മഹത്തായ മാധ്യമമാണ്. വകൻസുൻ ലാ യഖാഫു അലൈഹി ലിസാ എന്ന് ഒരു മഹാൻ പറയുകയാണ്. വകൻസുൻ ലാ യഖാഫു അലൈഹി ലിസാ ഖഫീഫുൽ ഹംദി യൂജദു ഹൈസു കുൻത. കൻസുൻ ഒരു നിധിയാണ്. ലാ യഖാഫു അലൈഹി ലിസാ, ഇൽമ് എന്ന് പറയുന്ന ഒരു നിധിയാണ്. ആ നിധിയെ കള്ളന്, അതായത് കട്ടുകൊണ്ടു പോവുകയില്ല, കള്ളന്മാർ മോഷ്ടിക്കുകയില്ല ആ നിധിയെ. ഖഫീഫുൽ ഹംലി, അത് ചുമന്നു കൊണ്ടുപോകുവാൻ വളരെ എളുപ്പമാണ്. യൂജദു ഹൈസു കുൻത, ആ സമ്പത്ത്, ആ കൻസ് നീ എവിടെയാണെങ്കിലും അത് നിനക്ക് ലഭിക്കുന്നതാണ് എന്ന് ഒരു മഹാൻ അദ്ദേഹത്തിൻ്റെ മകന് എഴുതിയ ഒരു കത്തിൻ്റെ ഒരു ചെറിയ ഒരു പദ്യമാണ് അത്. അപ്പോൾ അതാണ് ഇൽമ് എന്നത്. എവിടത്തേക്കും ഏത് സമയത്തേക്കും ഉപകരിക്കുന്ന ഒന്നാണ് ഇൽമ്. അങ്ങനെയുള്ള ഇൽമ് അഭ്യസിച്ചുകൊണ്ട് നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന്, അതേപ്രകാരം തന്നെ പട്ടിക്കാട് ജാമിയ നൂരിയ അറബിയയുടെ മഹത്തായ മുബാറക്കായ ആ സ്ഥാപനത്തിൽ നിന്ന് സനദ് വാങ്ങുകയും ഇവിടെ നിന്ന് സനദ് വാങ്ങുകയും ചെയ്യുന്ന എൻ്റെ സ്നേഹമുള്ള സഹോദരന്മാർ, ആ ഇൽമിനെ നാം ഒരു നല്ല നിലയിലേക്ക് വിനിയോഗിക്കണമെന്ന് പ്രത്യേകമായി അപേക്ഷിക്കുകയാണ്. കൂടാതെ അദബ് എന്നത് അത് ഏത് മുത്താലിമീങ്ങളാണെങ്കിലും ഏത് പണ്ഡിതന്മാരാണെങ്കിലും മറ്റുള്ള ആലിമികളെ കാണുമ്പോൾ, സാദാത്യങ്ങളെ കാണുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണുമ്പോൾ, വയസ്സന്മാരെ കാണുമ്പോൾ ഒക്കെ അദബ് പാലിക്കലും നല്ലതാണ്. അദബില്ലെങ്കിൽ ഇന്ന തസവ്വുഫ കുല്ലഹു ലഹുവൽ അദബ്, തസവ്വുഫ് എന്നത് ആത്മീയ വിജ്ഞാനം എന്നത് അത് അദബാണ് എന്ന് ബഹുമാനപ്പെട്ട മദീനുദ്ദീൻ മഖ്ദൂം തങ്ങൾ പറഞ്ഞതുപോലെ, മാത്രമല്ല ഇന്നൽ യതീമ ലൈസൽ യതീമു യതീമുൽ യതീമുൽ മാതാപിതാക്കൾ മരണപ്പെട്ടവരല്ല യതീം. ബാലിൽ യതീമു യതീമുൽ ഇൽമി വൽ അദബി, അദബും ഇൽമും ഇല്ലാത്തവനാണ് യതീം എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു തആല എന്ന് പറയുകയാണ്. അപ്പോൾ അദബ് നമ്മൾക്ക് എപ്പോഴും ഉണ്ടാവണം. അതേപ്രകാരം തന്നെ പഠിച്ചതനുസരിച്ച് നാം പ്രവർത്തിക്കുകയും വേണം. എന്നാൽ മാത്രമേ നമ്മുടെ ഇൽമ് വർദ്ധിക്കുകയുള്ളൂ. പഠിച്ചതനുസരിച്ച് തന്നെ നാം ഇത് അതുപോലെ തന്നെ നീങ്ങണം. നിസ്കാരം ഇത്യാദി കാര്യങ്ങളൊക്കെ സമയങ്ങളിൽ നിസ്കരിക്കുക, ഇമാമിൻ ജമാഅത്തിൽ പങ്കെടുക്കുക, മാത്രമല്ല ഹറാമായ കാര്യങ്ങളൊന്നും നമ്മളിൽ നിന്ന് ഇല്ലാതാവുക, കഴിയുന്നതും സൂക്ഷിച്ചുകൊണ്ട് അമൽ നിർവഹിക്കാൻ ഞാൻ വേണ്ടി നോക്കുക. ഇൽമിനെ അവൻ അറിഞ്ഞില്ലെങ്കിൽ, ഒരാള് അവൻ പഠിച്ചത് പ്രകാരം അമൽ ചെയ്തില്ലെങ്കിൽ, മുഅസ്സബുൻ മിൻ ഖബലി ആബിദിൽ വസൻ, അവനെ, അതായത് ബിംബത്തെ ആരാധിക്കുന്നവന് മുമ്പായി അവനെ ശിക്ഷിക്കപ്പെടുമെന്ന് ഒരു മഹാൻ പഠിപ്പിക്കുകയാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, എൻ്റെ പ്രിയപ്പെട്ട മുത്താലിം സുഹൃത്തുക്കൾ,
എൻ്റെ പ്രിയപ്പെട്ട ഫൈസിമാർ, അവർ എപ്പോഴും തന്നെ ഈ ഒരു നേരത്തെ ശൈഖുൽ പറഞ്ഞതുപോലെ ഈമാൻ നാം ക്ലിയറാക്കുകയും തഖ്വയോടുകൂടി നാം ജീവിക്കുകയും വേണം. അതാണ് യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്, ഓ സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ തഖ്വ ചെയ്യുക. വകൂനൂ മഅസ്സാദിഖീൻ, നിങ്ങൾ സത്യസന്ധന്മാരോടുകൂടിയാവുക. അങ്ങനെ നാം എന്ത് ചെയ്യണം? നല്ലവരോടുകൂടി സഹകരിക്കുക, നല്ലവരെ ബഹുമാനിക്കുക, നല്ലവരെ ആദരിക്കുക, നല്ല സംഘടനയോടുകൂടി നാം സഹകരിക്കുക, അതോടുകൂടി നാം ആവുക. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെ പേരിലാണ് ഈ മഹത്തായ സ്ഥാപനം നടക്കുന്നത്. ശംസുൽ ഉലമ എന്ന പേര് തന്നെ ബർക്കത്തുള്ള പേരാണ്. അപ്പൊ അങ്ങനെയുള്ള ആ മഹത്തായ അവരുടെയൊക്കെ അവർക്കൊക്കെ നമ്മളിലേക്ക് ഏൽപ്പിച്ചു തന്ന ഒരു സ്വത്താണ്, ഒരു സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ആ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കൂടെ നിൽക്കുക, അതിനു വേണ്ടി സഹകരിക്കുക. ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ സയ്യിദ് മുത്തുജിഫിരി മുത്തുക്കോയ തങ്ങളെ അവരെ സഹായിക്കുക, അവരോട് സഹകരിക്കുക, അവരുടെ കൂടെ നിൽക്കുക. നമ്മുടെ സംഘടനയെ ശക്തിപ്പെടുത്താൻ നാം എപ്പോഴും തന്നെ തയ്യാറാവണമെന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ എല്ലാവരോടും മുത്തഅല്ലിമീങ്ങളോടും സുഹൃത്തുക്കളോടും പ്രത്യേകമായി അപേക്ഷിച്ചുകൊണ്ട് 100ാം വാർഷികമൊക്കെ വരുമ്പോൾ അതിനു വേണ്ടി നാം ഇതാ കഴിയുന്നതും തന്നെ എല്ലാവിധ സഹകരണങ്ങളും സഹായങ്ങളും ചെയ്ത് മുന്നോട്ട് നീങ്ങണമെന്ന് ഒന്നുകൂടി അപേക്ഷിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ സംസാരം ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാ സഹായ സഹകരണങ്ങളും അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.